ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ സഞ്ജയ് മഞ്ജുവിനെ കൊല്ലാൻ വേണ്ടിയൊക്കെ തീരുമാനിക്കണില്ലേ, ഒന്നും നടക്കണില്ല. അപ്പോൾ മഞ്ജുവിനെ കൊണ്ട് പറയണേ ചാച്ചുൻ്റെ അടുത്ത്. അപ്പോൾ ചാച്ചു പറയും, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, അവൾ ഒരു പോലീസാണ്, അവളെ എങ്ങനെയും കൊന്നു പറഞ്ഞാൽ ആൾക്കാരറിയും, പിന്നെ അത് എനിക്ക് വലിയ പ്രശ്നവും, വേണ്ട മോനെ കൊണ്ട് പറയണേ. ചാച്ചിനൊന്നും പറയണ്ട, അവളുടെ അച്ഛനെ കൊന്നതൊന്നും ഇതുവരെ മാധവനെ കൊന്നതൊന്നും ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ആയിരിക്കും ഇവളുടെ ആരും അറിയുന്നില്ല. നമുക്ക് വേണേൽ അവളെ കൊന്നിട്ട് തൂക്കിയിടാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞിട്ട് ആ കാർ ഇടിച്ചിട്ട് ആക്സിഡൻ്റ് ആക്കാം. അങ്ങനെ ആക്സിഡൻ്റായിട്ട് മരിച്ചതെന്ന് പറയാം. അതിനെന്തെങ്കിലും കാരണം വേണം പറഞ്ഞാൽ അവളൊരു പോലീസല്ലേ, അപ്പോൾ അവൾക്ക് പോലീസിൻ്റെ ആ ഒരു സ്ട്രെസ്സും പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളും അതുകൊണ്ടൊക്കെ ആക്സിഡൻ്റ് ആയതാണ്. അല്ലെങ്കിൽ അങ്ങനെ ആത്മഹത്യ ചെയ്താന്നൊക്കെ നമുക്ക് പറയാമല്ലോ. അതിനൊന്നും ഒരു പ്രശ്നമില്ല, ആരും അറിയാൻ പോകില്ല എന്നൊക്കെ പറയണം. ഇവരെന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കണത്. ശാലിനി കേട്ടോണ്ടിരിക്കുക കേട്ടോ. ശാലിനി എന്നിട്ട് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ സഞ്ജയ് ചോദിക്കും, ഞങ്ങൾ പറയണതൊക്കെ നീ കേട്ടില്ലേ, എനിക്കിതിൽ എതിർപ്പുണ്ടാവും, എന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് ചെയ്യുമെന്നിട്ട് പറയണം. അപ്പോൾ ശാലിനി പറയും, ഞാൻ ജനിച്ചത് തന്നെ നിന്നെ എതിർക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഞാൻ ഇതിന് നിൻ്റെ കൂടെ നിൽക്കും. കാരണം നമുക്ക് രണ്ടാൾക്കും വേണ്ടത് അവളെ കൊല്ലണം. അവൾ ഉള്ളപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. മഞ്ജു ചാവണം എന്നിട്ട് പറയണം കേട്ടോ. ചാച്ചു പറഞ്ഞതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ നീങ്ങിയത്, പക്ഷേ എനിക്കൊരു പോസിറ്റീവായിട്ട് ഒരു കാര്യം എനിക്കൊന്നും നടന്നിട്ടില്ല. അപ്പം ഞാൻ തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എനിക്ക് വേണ്ടി പറഞ്ഞിട്ട് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ സഞ്ജയ്ക്ക് അവിടെ നിന്നില്ലാത്തൊരു സന്തോഷം വരികയാണ്. ഇപ്പോഴാണ് നീ എൻ്റെ ഒരു അനിയത്തി ആയത്. ഇതുവരെ നീ എൻ്റെ അനിയത്തി തന്നെയാണ്, പക്ഷേ ഇപ്പോഴാണ് എൻ്റെ പോലെ അവനെ പോലെയുള്ളൊരു സ്വഭാവം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴാണ് എൻ്റെ ഒരു അനിയത്തിയായി പറഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടി ഇതുവരെയും കാണിക്കാത്തൊരു സ്നേഹമൊക്കെ കാണിച്ചിട്ട് അവർ പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നടക്കാത്ത കാര്യമാണ്, എന്തായാലും നടക്കാത്ത സ്വപ്നങ്ങളാണ് അവരുടെ. ഇത് ചെയ്തു പറഞ്ഞാൽ പിന്നെ നമ്മുടെ മഞ്ജു ഉണ്ടാവുമോ? ഇതെന്തായാലും ആരെങ്കിലുമൊക്കെ അറിയും, അല്ലെങ്കിൽ നമ്മുടെ മഹിമ തന്നെ അറിയും. മഹിമ അറിഞ്ഞു പറഞ്ഞാൽ പിന്നെ പറയേ വേണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.